ഓണവും നബിദിനവും ഒരുമിച്ച് വന്നാലോ? രണ്ടും ഒരുമിച്ച് ആഘോഷിക്കുക തന്നെ. കേരളത്തിനാകെ മാതൃകയായി പാലക്കാട് യാക്കരയിലെ മതസൗഹാർദ്ദ ഓണ നബിദിനാഘോഷം. ഇത് രണ്ടാം വർഷമാണ് തുടർച്ചയായി മുറിക്കാവ് നിവാസികൾ സംയുക്ത ആഘോഷം സംഘടിപ്പിച്ചത്. ഉത്രാട ദിനത്തിൽ യാക്കര മുറിക്കാവിലാണ് വേറിട്ടതും കൗതുകം നിറഞ്ഞതുമായ ഓണാഘോഷവും നബിദിനാഘോഷവും സംഘടിപ്പിച്ചത്. മുറിക്കാവ് മഹല്ല് കമ്മിറ്റിയുടെയും പരിസരത്തെ ഹൈന്ദവ കുടുംബങ്ങളുടെയും നിറങ്ങളും ഗാനങ്ങളും കോർത്തിണക്കിയ ഓണം നബിദിനാഘോഷം വേറിട്ടതായി. യാക്കര പി കൃഷ്ണപിള്ള സ്മാരക വായനശാലയാണ് രണ്ടാം വർഷവും നബിദിനവും ഓണാഘോഷവും ഒരുമിച്ച് സംഘടിപ്പിച്ച മാതൃകയായത്. ഞങ്ങൾ കഴിഞ്ഞ തവണയും ഇത്തവണയാണ് നബിദിനവും ഓണാഘോഷവും ഒരുമിച്ച് ആഘോഷിച്ചത്. ഇത് നമ്മൾ ഓണത്തിന് മുന്നോടുകൂടി തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. രണ്ടും ഒരുമിച്ച് വന്നതിൽ നമുക്ക് വളരെ സന്തോഷം. നല്ല രീതിയിലുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മൾക്ക് ഇത്രയും നല്ല രീതിയിൽ പരിപാടികൾ നടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും നമുക്ക് കിട്ടുന്നത്. രാവിലെ 9 മണിയോടെ മൗലീദ് ഗാനങ്ങളോടെ ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി. മാവേലിയും മാപ്പിളക്കളികളായ കോൽക്കളിയും ദഫ്മുട്ടും ഒരുമിച്ചു നീങ്ങിയത് കാണികളിൽ കൗതുകം പകർന്നു. നിരവധി യാത്രക്കാരും കാഴ്ച കാണാനെത്തി. കഴിഞ്ഞ വർഷം ദ റിയൽ കേരള സ്റ്റോറി എന്ന പേരിൽ നടത്തിയ സംയുക്ത ഓണം നബിദിനാഘോഷം വൈറലായതോടെയാണ് ഇത്തവണയും കൃഷ്ണപിള്ള വായനശാല പുതുമകൾ കൂട്ടി സംയുക്ത ആഘോഷം സംഘടിപ്പിച്ചത്. ശിങ്കാരിമേളവും കോൽക്കളിയും ദഫ്മുട്ടും ഒരുമിച്ചതോടെ കാഴ്ചയ്ക്ക് വേറിട്ട അനുഭവമായി. ശേഷം മുറിക്കാവ് അംഗൻവാടിക്ക് സമീപം നടന്ന ആഘോഷത്തിൽ വടംവലി, സ്ലോ സൈക്കിൾ, ഉറിയടി, ബൺതീറ്റ മത്സരം തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി. രതീഷ്, അരുൾ എന്നിവരാണ് മാവേലിമാരായി വേഷമിട്ടത്. പൂക്കളവും ആഘോഷത്തിന് മാറ്റുകൂട്ടി. അഖിൽ, മനോജ്, സന്ദീപ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിങ്കളാഴ്ച പൂക്കള മത്സരവും ചിത്രരചന, ക്വിസ്, ക്യാരംസ് മത്സരങ്ങളും അരങ്ങേറി. നബിദിനാഘോഷവും ഓണാഘോഷ പരിപാടിയും ഒരുമിച്ച് വന്നുകൊണ്ട് ലോക മലയാളികൾക്ക് ഏറ്റവും അഭിമാന കേന്ദ്രമായ ഈ മുറിക്കാവ് പള്ളി ടിപ്പു സുൽത്താന്റെയും ഗുരുസ്വാമി നമ്മുടെ നാരായണ ഗുരുസ്വാമിയുടെ പാദങ്ങളേറ്റ ഈ ഭൂമിയിൽ ഇതിൽ ഏറ്റവും കൂടുതൽ മാവേലി ഇവിടെ വന്ന് നമ്മുടെ അനുഗ്രഹം തരാനും ഏറ്റവും പള്ളി കമ്മിറ്റി എന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.